അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നുട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ഇവിടെയും എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ ഒരു ചെറുനാരങ്ങ അച്ചാറ്. ഇപ്പൊ ചെറുനാരങ്ങയുടെ സീസൺ അല്ലേ, വളരെ വില കുറവാ. 40 രൂപയൊക്കെ 1 കിലോനുള്ളൂ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നന്നായിട്ട് വില കയറും. അപ്പൊ അതിക്ക് മുൻപ് ഒരു തവണയെങ്കിലും ചെറുനാരങ്ങയൊക്കെ മേടിച്ച് മമ്മി പറയണ ഈ രീതിയിൽ നിങ്ങളൊന്ന് അച്ചാറിട്ട് നോക്കിയോളോ. ഈ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാം. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എടുക്കണ പാത്രങ്ങള്, കുപ്പി, കയ്യില് കാര്യങ്ങളൊക്കെ വെള്ളത്തിന്റെ അംശമില്ലാണ്ട് നല്ല പോലെ വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളി അച്ചാറ് കുറെ നാള് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. ഇപ്പൊ അച്ചാർ ഉണ്ടാക്കാനായിട്ട് മമ്മി ഒരു 20 ചെറുനാരങ്ങ നല്ല പോലെ കഴുകി നന്നായി തുടച്ച് വൃത്തിയാക്കി വെച്ചതാട്ടാ. അത്യാവശ്യം നല്ല പഴുത്ത നല്ല അടിപൊളി നാരങ്ങയാണ്. നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത നാരങ്ങ എടുക്കാൻ ശ്രമിച്ചോളൂ. ഇനി നമുക്ക് ഈ നാരങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാട്ടാ. നല്ല തുണി വെച്ച് തുടച്ചെടുത്തതാണ്. നമ്മൾ മെയിനായിട്ട് അച്ചാറ് കേടാവാതിരിക്കാൻ ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് നാരങ്ങ ഒന്ന് പീസുകളാക്കാം. ഇതേപോലത്തെ പീസുകളാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിയണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സൗകര്യം. മമ്മി ഇപ്പൊ ഇങ്ങനെ അരിഞ്ഞ് കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് എല്ലാ നാരങ്ങയും ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇതിന്ന് ഒരു 4-5 ചെറുനാരങ്ങ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇതിന്റെ നീരൊന്ന് എടുക്കണം. ഇത് പിഴിഞ്ഞ് ആ 5 ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ആവശ്യമുണ്ട്. അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് അതൊരു 5 എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് അരിഞ്ഞെടുക്കണേ. അപ്പൊ നമ്മുടെ ചെറുനാരങ്ങ കംപ്ലീറ്റ് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ലൊരു ചില്ലുകുപ്പിയാണ്. ചില്ലുകുപ്പി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഭരണി ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. കുട്ടി ഭരണികളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കണ്ട, ഭരണി എന്ന് പറയുമ്പോ മനസ്സിലാവുമെന്നറിയില്ല. കണ്ട, ഇതേപോലത്തെ കുറച്ചും കൂടി വലിപ്പമുള്ളത് ഉണ്ടെങ്കിൽ നല്ലതാണ്. പ്ലാസ്റ്റിക് കുപ്പിയേക്കാളൊക്കെ നല്ലത് നമുക്ക് ഇങ്ങനത്തെ ഗ്ലാസിന്റെ കുപ്പിയിൽ ഇടുന്നതാണ്. ഇനി നമ്മൾക്ക് ആദ്യം തന്നെ ഈ ചെറുനാരങ്ങ ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ അതിക്ക് മുമ്പായിട്ട് മമ്മി കല്ലുപ്പാട്ടാ എടുത്തിരിക്കുന്നത്. ഇതിന് കുറച്ചുപ്പ് കുപ്പിയിലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾക്ക് അരിഞ്ഞു വെച്ച ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. എപ്പോഴും അച്ചാറിടുമ്പോ നിങ്ങള് ഒരല്പം ഉപ്പ് മുന്നിക്കായിട്ട് ഇട്ടോളോ. എന്നാലാണ് നമ്മുടെ അച്ചാറ് കേടുവരാതെ ഇരിക്കുള്ളൂ. ഇനി ഇത്ര ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിന്റെ അളവ് അറിയണില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറുനാരങ്ങ ഇട്ടു അതിന്റെ മുകളിൽ കുറച്ചും കൂടി ഉപ്പൊന്ന് വെതറി കൊടുക്കാം, എല്ലായിടത്തേക്കും ആവണ രീതിയിൽ. ഇനി വീണ്ടും നമ്മള് ഇതേപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ ഇടുക. അതിന് ശേഷം കുറേശ്ശെ ഉപ്പ് അതിന്റെ മുകളിലേക്ക് വെതറി കൊടുക്കുക. അപ്പൊ അങ്ങനെ നമുക്കിത് ഫുള്ള് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചെറുനാരങ്ങ കംപ്ലീറ്റ് മമ്മി ഈ കുപ്പിയിലേക്ക് നിറച്ചു. ഏറ്റവും മുകളില് അടിയിലും മുകളിലും ഉപ്പ് വരുന്ന രീതിയിൽ നിങ്ങൾ നിറച്ചു കൊടുത്തോളൂ. ഇനി എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ ഒരു 5 ചെറുനാരങ്ങ മാറ്റി വെക്കണമെന്ന്. അതിന്റെ നീര് എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ നമ്മൾ ഈ അച്ചാറിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കണില്ല. അപ്പോഴാണ് നമ്മുടെ അച്ചാറ് കേട് വരാതിരിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ നീര് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറുനാരങ്ങയുടെ നീര്. ഇനി നമ്മൾ ഈ പിഴിഞ്ഞെടുത്ത തോലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കളയേണ്ട കാര്യമില്ല കേട്ടാ. അതും നമ്മൾക്ക് കൈയോടെ തന്നെ അരിഞ്ഞ് ഈ അച്ചാറിലിടാം, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി അടുത്തതായിട്ട് മമ്മി എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 3/4 ഗ്ലാസോളം വിനീഗറാണ്. ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇപ്പോ ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു, ചൊറുക്കിയും ഒഴിച്ചു. ഇനി നമ്മൾക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മള് അടച്ച് എങ്ങനെ പോയാലും ഒരാഴ്ച നിങ്ങൾ ഇത് മാറ്റി വെക്കണം. നമ്മള് എല്ലാ ദിവസവും രാവിലെ എടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കുക. ഇളക്കണ്ട, ഈ കുപ്പിയോട് കൂടിയിട്ട് തന്നെ പതുക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ നമുക്കൊരു 5 മാക്സിമം ഒരാഴ്ച, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചോളൂ.
ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് അച്ചാറിലേക്ക് കുറച്ച് ഉലുവയും കടുകും പൊടിച്ചെടുക്കണം. അപ്പൊ നമ്മള് എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോ കുറച്ചധികം തന്നെ പൊടിക്കുന്നുണ്ട്. എന്താണെങ്കിൽ നമുക്കിത് ബാക്കിയുണ്ടെങ്കിൽ പിന്നീട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാം. കുറച്ചായിട്ടാവുമ്പോ നമുക്ക് മിക്സിയിൽ അത് അടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു 3 ടീസ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പൊ ഉലുവ എടുക്കുമ്പോ നിങ്ങള് കടുകിനേക്കാളും ഒരളവ് 2 സ്പൂണ് കടുക് എടുക്കണ്ടെങ്കിൽ 1 ടീസ്പൂണ് ഉലുവ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് കയ്പ് വരും. അപ്പൊ അതാ ഉലുവ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കടുക് ഇട്ട് കൊടുക്കണം. കടുകും കൂടെ നല്ലപോലെ മൂത്ത് കിട്ടണം. ഇത് നന്നായി വറുത്തതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് വെക്കാം. നമ്മുടെ അച്ചാറുകൾക്ക് ആവശ്യത്തിനനുസരണം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ എയർ കിടക്കാത്ത കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. അപ്പൊ നമ്മുടെ ചെറുനാരങ്ങ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞുട്ടാ. നമുക്ക് എന്താന്നുള്ളത് നോക്കാം. നോക്കിയേ, നമ്മള് നേരത്തെ ഇത് അരിഞ്ഞു വെക്കുമ്പോ ഈ ബോട്ടിലിന്റെ ഫുള്ളായിട്ടാണ് നിന്നിരുന്നത്. ഇപ്പൊ നല്ല രീതിയിൽ ഒന്ന് അമുങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടാ. നമുക്കിത് ഈ നാരങ്ങ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ട, കാണുമ്പോ തന്നെ അറിയണില്ലേ തോലൊക്കെ എന്ത് സോഫ്റ്റ് ആയിരിക്കണത്. ഇനി നമുക്ക് നമ്മുടെ അച്ചാറൊന്ന് താളിച്ചെടുക്കാണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എള്ളെണ്ണ ഒഴിച്ചാലാണ് നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് എണ്ണ കുറച്ചധികം തന്നെ വേണം കേട്ടാ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഒഴിച്ചോളോ. അപ്പൊ നമ്മുടെ എണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് കേട്ടാ. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോ അതാ മമ്മി ഇവിടെ കണ്ട കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 2-3-4 പച്ചമുളക്. അപ്പൊ ഇത്രയും സംഭവങ്ങള് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എത്ര ഇട്ടാലും നമ്മുടെ അച്ചാറിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കടുക് നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്നും ഇട്ടിട്ട് വഴറ്റണം. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടാ. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാണ്. നിങ്ങൾ ഒരുപാട് ദിവസം സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ കറിവേപ്പിലയും പച്ചമുളകും ഒഴിവാക്കാട്ടാ. ഇഞ്ചി വെളുത്തുള്ളി മാത്രം മതി. ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്താലാണ് നമ്മുടെ അച്ചാറിന് നല്ല രുചി ഉണ്ടാവുക. ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എല്ലാ പൊടികളും ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ എടുത്ത് വെച്ച പൊടികള്, ഇത് നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നല്ല എരിവുള്ള മുളകാണ്. മുളകിന്റെ അളവ് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയും കടുകും അതൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണോളം കായത്തിന്റെ പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ നല്ല ചൂടുള്ളത് കൊണ്ട് ഈ എണ്ണയിൽ എണ്ണ കിടന്നത് മൂത്തോളും. തന്നെയല്ല ചട്ടി നല്ല കനമുള്ളതാണ്. അപ്പൊ നമ്മൾ വേറെ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ പൊടികളൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കണില്ല. നമ്മുടെ നാരങ്ങേനെ നമ്മൾ ഈ ഇതിലിട്ടിട്ട് വേവിക്കണില്ല. കാരണം എന്താണെങ്കിൽ ഒരാഴ്ച നമ്മൾ ഉപ്പും ചൊറുക്കിയും നാരങ്ങ നീരും കൂടിയിട്ട് ഒഴിച്ച് മാറ്റി വെച്ചതാണ്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിലേക്ക് നേരിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മൂപ്പിച്ച മുളകിന്റെ കൂട്ട് ഈ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇതില് നമ്മൾ തീരെ വെള്ളം ചേർക്കണില്ല കേട്ടാ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ചു തുടങ്ങാം. നമ്മുടെ അച്ചാറ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടാ. കണ്ട, നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ഇട്ട കാരണം നമ്മുടെ അച്ചാറിന്റെ കളർ ഒന്ന് നോക്കിയേ, നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടില്ലേ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ചേർക്കണില്ല,
നമ്മുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് അച്ചാറിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിറ്റേ ദിവസം തൊട്ട് തന്നെ നമ്മൾക്ക് ഈ അച്ചാർ കഴിച്ചു തുടങ്ങാട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം മാറ്റി വെക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോഴേ തന്നെ നമ്മുടെ ഈ നാരങ്ങയുടെ തോലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണേ. ഇത്രയ്ക്കുള്ളൂ. നമുക്കിത് നല്ലൊരു കുപ്പിയിലേക്ക്, മമ്മി ഈ കുപ്പിയിലേക്ക് തന്നെയാണ് ആക്കണത്, നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഉറപ്പായിട്ടും ഈ നാരങ്ങയുടെ സീസണാണ് ഇപ്പോ. ഇനി കുറച്ച് ചൂടുകാലം, കുറച്ചും കൂടി ചൂട് വന്നു തുടങ്ങിയ നാരങ്ങക്കൊക്കെ നല്ല വില കൂടും. അപ്പൊ ഈ സമയത്ത് നമുക്ക് മഴക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളത് വരെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോ ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ മമ്മിയോട് പറയണം. നല്ല നല്ല വീഡിയോസ് ആയിട്ട് മമ്മി വീണ്ടും വരും.